ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ച് ഒരു ദിനം പിന്നിടുമ്പോഴും അതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ മുറുകിക്കൊണ്ട് തന്നെയിരിക്കുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെയാണ് ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഷാരൂഖ് ഖാന് നാഷണൽ അവാർഡ് ലഭിച്ച ജവാൻ എന്ന ചിത്രത്തെ ചൊല്ലി തന്നെയാണ് തർക്കങ്ങളേറെയും. സോഷ്യൽ മീഡിയയിൽ മലയാളികൾ മാത്രമല്ല, നോർത്ത് ഇന്ത്യൻ ജനങ്ങൾ പോലും അതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. എല്ലാവരും പറയുന്ന ഒറ്റ വാക്ക് ഇത് തന്നെയാണ്: ഏറ്റവും ഡിസേർവിംഗ് ആയിരുന്നത് ആട് ജീവിതം തന്നെയാണ്, അതിലെ പ്രകടനം തന്നെയാണ്. തൊട്ട് പിന്നാലെ അവർ കണ്ടത് മമ്മൂട്ടിയുടെ കാതൽ ദ കോറുമാണ്. പക്ഷേ ജൂറി അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഇവിടുന്ന് പണ്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനു മുമ്പ് പോയിട്ടുള്ള പല ജൂറി അംഗങ്ങൾക്കും തോന്നിയതുപോലെ ആട് നടന്നപ്പോഴുള്ള ലാഗായിരിക്കാം ആ സിനിമയെ പരിഗണിക്കാത്തത് എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. പിന്നെ മമ്മൂട്ടിയുടെ കാതൽ ദ കോർ, ആ ഒരു കാര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഇന്ന് മുഖ്യധാര നമുക്ക് പത്രങ്ങളിലൂടെ വായിക്കുമ്പോൾ കോമഡിയായി തോന്നുന്ന ഒരു കാര്യവും. എന്തായാലും ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടേണ്ട ചിത്രങ്ങൾ തന്നെയായിരുന്നു ഇത് രണ്ടും. എന്തായാലും മറ്റേത് ചിത്രത്തിന് കൊടുത്താലും ജവാന് കൊടുക്കുമ്പോൾ ആളുകൾക്ക് അതൊരു വിരോധം അല്ലെങ്കിൽ വിരോധാഭാസമായി തന്നെ തോന്നുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഷാരൂഖ് ഖാൻ ആരാധകർ പോലും അത് ഞെട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ പറ്റിയ സിനിമകൾ ഉണ്ടായിരുന്നു, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ ജവാൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് അവർ തന്നെ വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്തായാലും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ താരം ആര് എന്ന് ചോദിച്ചാൽ അമിതാഭ് ബച്ചൻ കഴിഞ്ഞാൽ അത് ഷാരൂഖ് ഖാൻ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് അമിതാഭ് ബച്ചൻ്റെ മുകളിൽ നിൽക്കുന്ന താരവുമാണ് ഷാരൂഖ് ഖാൻ, SRK നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം മികച്ച നടനാണെങ്കിൽ പോലും ഇന്ന് അദ്ദേഹത്തോട് എന്താണേലും ഏറെയും പ്രേക്ഷകരെ ചുടിപ്പിച്ചിരിക്കുന്നു ഈ ഒരു കാര്യം. നാഷണൽ അവാർഡ് നിരോധിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറിയ പങ്ക് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇനി നാഷണൽ അവാർഡിൽ ഭ്രമയോഗമുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഭ്രമയോഗത്തെയും കണ്ടില്ലേ എന്നുള്ള ചിലരുടെ ചോദ്യങ്ങൾക്ക് അടുത്ത വർഷമാണ് ഭ്രമയോഗം. കിട്ടുമെന്നാരും പ്രതീക്ഷിക്കേണ്ട. കാരണം അതിലെ നടൻ്റെ പേര് മമ്മൂട്ടി എന്നുള്ളതാണ്. പലപ്പോഴായി നമുക്ക് കാണാൻ കഴിയുന്നത് പല കാര്യങ്ങൾ കൊണ്ട്. പക്ഷേ ഇന്ന് മമ്മൂട്ടിക്ക് കൊടുക്കാതെ ഷാരൂഖ് ഖാന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു കാര്യം ഇവിടെ മാറുകയാണ്. ഇനി മതം നോക്കിയാണ് നാഷണൽ അവാർഡ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം മാറുന്നു. പക്ഷേ ഇവിടെ കേരളത്തിനോട് വമ്പൻ അവഗണന, അതിൽ യാതൊരു മാറ്റവുമില്ല. അതിപ്പോൾ പൃഥ്വിരാജാണേലും മമ്മൂട്ടിയാണേലും ആർക്കാണേലും അവർ കൊടുക്കില്ല എന്നുള്ളത്. മികച്ച സിനിമയാണെങ്കിൽ പോലും എന്തിന്, ഉർവശിക്ക് മികച്ച നടിയായി ലഭിക്കേണ്ടതാണ്, എന്നിട്ട് സഹനടിയാക്കി. ഉർവശി അഭിനയിച്ചേക്കുന്നതിൻ്റെ 10% അഭിനയിച്ച വേറൊരു നടിയെ നമുക്ക് ഈ കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളിൽ കാണിക്കാൻ ഉണ്ടെങ്കിൽ തന്നെ അതൊരു സന്തോഷമായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരാളില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം. ഇങ്ങനെ വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കട്ടെ. അത് പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ചൂട് പറ്റി തന്നെയാണ് ജൂറി അംഗങ്ങൾ നിൽക്കുന്നത്. അവർക്ക് ഇതൊരു രസം തന്നെയാണ്, അത്രയേ ഉള്ളൂ. നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ഇനിയും മലയാളത്തിലേക്ക് ഒരു നാഷണൽ അവാർഡ് വരികയാണെങ്കിൽ നമ്മളത് പുച്ഛത്തോടെ തള്ളിക്കളയണം. ഏത് നടനാണ് കിട്ടുന്നതെങ്കിലും, അതിപ്പം മമ്മൂട്ടിക്കാണെങ്കിലും മറ്റാർക്കാണെങ്കിലും ഇനി ഒരു നാഷണൽ അവാർഡ് നമുക്ക് വേണ്ട. കാരണം അതിന് വിലയില്ലാതായിരിക്കുന്നു. കലാഭവൻ മണിക്ക് ഒരിക്കൽ കൊടുക്കാത്ത ആ ഒരു നാഷണൽ അവാർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ഇവിടുന്ന് പോയ ജൂറി അംഗങ്ങൾ പറഞ്ഞത് വേറെ ഒന്നുമായിരുന്നില്ല, അതായത് മിമിക്രി കാണിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇവിടുന്ന് പോകുന്ന ജൂറി മെമ്പേഴ്സ് പറയുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ പിന്നെ അവിടെ ഉള്ളവരെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. ഇക്കുറി പൃഥ്വിരാജിന് തന്നെയല്ലായിരുന്നോ കിട്ടേണ്ടത്, മമ്മൂട്ടിക്കായിരുന്നോ, അല്ല മറ്റാർക്കെങ്കിലും ആയിരുന്നോ എന്നുള്ളത് നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്. ഒപ്പം ഷാരൂഖ് ഖാന് ലഭിച്ചതിൽ നിങ്ങൾ സന്തോഷവാനാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളും കമൻസിലൂടെ രേഖപ്പെടുത്താം. പക്ഷേ ഒരു കാര്യം മറക്കരുത്, സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത്. ഗ്രേറ്റ് മീഡിയാസ്.